ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് സ്വാഗതം. എൻ്റെ പേര് ജോസ്മി. വീട്ടിൽ തന്നെ വൈറ്റമിൻ സി ടോണർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല, നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ഒരു ചാനലാണ്, ഡോക്ടർ വിവേക് ജോഷി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഒരുപാട് നമ്മുടെ സ്കിൻ കെയറിന് പറ്റുന്ന അദ്ദേഹം ചാനലിൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ടതാണ് വൈറ്റമിൻ സി ടോണർ എന്നും പറഞ്ഞുകൊണ്ട്, ഹോം മെയ്ഡ് വൈറ്റമിൻ സി ടോണർ എന്നും പറഞ്ഞ് ഞാൻ കണ്ടത്. അപ്പൊ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമായതുകൊണ്ടും ഞാനിത് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഒരു മാറ്റം കണ്ടതുകൊണ്ടും കൂടിയാണ് ഇത്രയും ധൈര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് വന്നിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് കിട്ടിയൊരു ഗുണം എല്ലാവർക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആകെ രണ്ട് കാര്യങ്ങൾ വേണ്ടു. ഒന്ന് ഓറഞ്ചിന്റെ തൊലി, രണ്ടാമത്തത് ഒരു ഗ്ലാസ് വെള്ളം. ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം. അത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയുടെ അനുസരിച്ച്. ചെറിയ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, നന്നായിട്ട് കഴുകണം. കാരണം ഇപ്പം നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രത്യേകിച്ച് നാട്ടില് തൊലികളൊക്കെ എന്തൊക്കെയാണ് അവരെ അടിച്ചു കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഓറഞ്ച് തൊലി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല, നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകുക. എന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ കുഞ്ഞു ഓറഞ്ചുകളുണ്ടല്ലോ, കുഞ്ഞു ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഓറഞ്ചിന് 1 ഗ്ലാസ് വെള്ളം. ഇപ്പം വലിയ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ 2 ഓറഞ്ച് തൊലിക്ക് 1 ഗ്ലാസ് വെള്ളം. ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം, ഓറഞ്ചിൻ്റെ തൊലിയും കുറച്ച് കൂട്ടാം, നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂട്ടാം. അതനുസരിച്ച് തൊലിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക. പക്ഷേ ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അതും ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒരാഴ്ചത്തേക്ക് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ടോണർ, ഇത് ഞാൻ സെക്കൻഡ് ടൈം ഉണ്ടാക്കുന്ന ടോണർ ആട്ടോ. എൻ്റെ ബോട്ടിൽ ഇത്ര ആയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ മാത്രം ബോട്ടിലിൽ ഈ ഒരു വാട്ടർ ഫോമിൽ, ഫ്രഷ് ഫോമിൽ മാത്രമല്ല, ഞാനിത് ഐസ് ക്യൂബ് ആക്കിയും കൂടെ വെക്കുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ളത് ഞാൻ ട്രേയിൽ ഞാൻ ഐസ് ക്യൂബ് ആക്കി വെക്കും. അപ്പോൾ രാവിലെയോ ഇടയ്ക്ക് സമയത്തൊക്കെ ഞാൻ ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്യാറുണ്ട് എൻ്റെ ഫേസ്. അപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ വെച്ചിട്ട് ഐ ക്യൂബ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതും നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ നല്ലത് ഇതാണ്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റമിൻ സി സിറം ഞാൻ ഉപയോഗിച്ചപ്പം എന്താണ് എൻ്റെ ഫേസിന് ഉണ്ടായിരുന്നത് അതേ ഗുണം തന്നെ ഇതിനും ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പം നമ്മൾ ജസ്റ്റ് ഓറഞ്ചിൻ്റെ നീര് മാത്രം നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ആ ഒരു സമയത്ത് ഒരു ഷൈനിങ് പോലെ വരത്തില്ലേ, അത് നമ്മളിത് നമ്മുടെ ഫേസിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് തോന്നും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് മാറാറുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ടൈറ്റൻ ആവും നമ്മൾ വൈറ്റമിൻ സിൻ്റെ ഇത് ടോണർ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ. നിങ്ങൾക്കറിയാം വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും ഷൈനിങ് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിൻ ടൈറ്റൻ ആവുന്നതിന് വേണ്ടിയിട്ട്, പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പോഴ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നുപരമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വൈറ്റമിൻ സി നല്ലതാണ്. അതിപ്പോൾ നമ്മളിങ്ങനെ ടോണറായിട്ടോ സിറമായിട്ടോ തന്നെ ക്രീമായിട്ടോ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചാലും മതി, നമ്മുടെ ബോഡിയിൽ അത് ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അതും അതേപോലെ എഫക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എക്സ്റ്റേണലും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ മാറ്റം വരുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ ടോണർ, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, ടോണർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്ന് കുറച്ചും കൂടി ടൈറ്റൻ ആവുന്നുണ്ട്. അതുപോലെ ഫേസിന് ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട്. ഒന്നും കൂടി നമ്മുടെ ഫേസൊക്കെ ഒരു തുടുത്ത പോലെ ഫീല് നമുക്ക് വരും. ഫൈൻ ലൈൻസ് ഒക്കെ കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സിറമ ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ തോന്നിയോ അതുപോലെയൊക്കെ തന്നെ, അതായത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, കുറച്ചും കൂടെ നന്നായെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം സ്ഥിരം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഞാൻ ചെയ്യാറ് രാവിലെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഫേസിൽ ഇങ്ങനെ അടിച്ചു വെക്കും. നല്ല സുഖമാണ് കേട്ടോ, മഴത്തുള്ളി ഒന്ന് അടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഫേസിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇതിങ്ങനെ വിട്ടേക്കും, സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഞാൻ അടിക്കും. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ അടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. കാരണം ഒരാഴ്ചത്തേക്ക് ഞാനത് സൂക്ഷിക്കാറുള്ളൂ. പിന്നെ ഇതിന് ആ ഓറഞ്ചിന് ചെറിയൊരു സ്മെല്ലും ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമാണ്. പിന്നെ ഇതുകൊണ്ട് എനിക്ക് നോർമലി പുതിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് ഒക്കെ ഫേസിൽ വരാറുണ്ടല്ലോ. പക്ഷേ ഇത് എനിക്ക് പിമ്പിൾസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് വന്നിട്ടില്ല, മറിച്ച് ഒന്നും കൂടെ ഗുണമേ എനിക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഓവർനൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ അടിച്ച് വെച്ചിട്ട് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. പെട്ടെന്ന് സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകരുത്, മീൻസ് വെയിലടിക്കരുത്. ചിലപ്പം വൈറ്റമിൻ സിൻ്റെ എന്ത് സാധനം ഫേസിൽ അപ്ലൈ
അപ്ലൈ ചെയ്തിട്ട് വെയിലത്തോട്ട് പോയാലും സൺടാനും സൺബേണിങ്ങും ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിൻ്റെ പുറത്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നിങ്ങൾ പുറത്തോട്ട് പോകാൻ പാടുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ടോണർ. വളരെ നിങ്ങൾ ചിന്തിക്കാം, കുറേ ആളുകൾ വേണമെങ്കിൽ ഒരു സംശയം തോന്നുന്ന കാര്യമാണ്, നമ്മളിത് എന്ത് സാധനം ബോയിൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഗുണങ്ങൾ പോകുമെന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ അങ്ങ് പോകൂലേ, ഇതിൻ്റെ കാര്യമുണ്ടോ നിങ്ങൾ ചിന്തിക്കാം. അതിനകത്ത് ആ ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളിത് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന ഒരു 3 ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യും. ആ വെള്ളം തണുത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ആ ഗുണം പോയ ആ തൊലിയല്ല നമ്മൾ എടുക്കുന്നത്, ആ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഗുണമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിത് എൻ്റെ ഫേസിൻ്റെ ആ ഒരു ചേഞ്ചസ്, ആ ഒരു ടൈറ്റനിങ് വന്നതും അല്ലെങ്കിൽ ഒരു ഷൈനിങ് എക്സ്ട്രാ എനിക്ക് എൻ്റെ ഫേസിൽ വന്നതും എനിക്ക് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാട്ടോ ആ ഒരു ചേഞ്ചസ് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വരുമെന്ന് നിങ്ങൾ കരുതരുത്. ഒരാഴ്ചയോ 1.5 ആഴ്ചയ്ക്കുള്ളിൽ ചേഞ്ചസ് വരേണ്ടവരാണെങ്കിൽ ഒരാഴ്ചയോ 1.5 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സ്കിന്നിൽ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് വരും. ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. മുതിർന്നവർക്കും ചെറിയവർക്കും നമുക്കും ഒക്കെ ഉപയോഗിക്കാം, അതുപോലെ ആണുങ്ങൾക്കും ഉപയോഗിക്കാം. ആർക്ക് വേണേലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് തരുന്നുണ്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വൈറ്റമിൻ സിൻ്റെ സിറവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്ടറിൻ്റെ വീഡിയോ തന്നെ കണ്ടിട്ടാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് എൻഡിങ് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു സാധനം, നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ. നമ്മൾ തിന്നിട്ട് കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് ഒന്ന് ബോയിൽ ചെയ്ത് നമ്മൾ എടുത്ത് സൂക്ഷിച്ച് നമ്മുടെ ഫേസിൽ അടിക്കേണ്ട കാര്യമേ ഉള്ളൂ. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോസസ്സിങ്ങിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഓറഞ്ചാണ്. ചെറിയ ഓറഞ്ചിൻ്റെ ഒരു 3 ഓറഞ്ചിൻ്റെ പീല് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് തൊലി എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ കെമിക്കലും ചെളികളോടും കൂടി നമ്മൾ ബോയിൽ ചെയ്യരുത്. അതിനകത്തോട്ട് ഇപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് ബോയിൽ ചെയ്യുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളിതിന് കളർ കണ്ടോ, കളർ വെള്ളത്തിന് തന്നെ കളർ ഒരു ഓറഞ്ച്, ചെറിയ ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് മാറും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പീലൊക്കെ നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ ആ വെള്ളം നമുക്ക് ഏത് ബോട്ടിലോട്ടാണോ, സ്പ്രേ ബോട്ടിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കുക. ബാലൻസ് ഉള്ളത് എനിക്ക് എൻ്റെ ബോട്ടിൽ ഈ ഒരു സൈസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബാലൻസ് ഉള്ളത് ഞാൻ ഐസ് ക്യൂബ് ആക്കി വെക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വലിയ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബോട്ടിൽ ഒഴിച്ച് വെക്കട്ടോ. ഫ്രഷ് ആയിട്ട് ഇങ്ങനെ അടിക്കുന്നതിനെയാണ് എന്ത് നല്ലത്. അപ്പം ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കിയാൽ മതി, കൂടുതലായിട്ട് നിങ്ങൾ ഉണ്ടാക്കണ്ട. ഒരാഴ്ചത്തേക്കുള്ള ഇങ്ങനെ ബോയിൽ ചെയ്ത് വെക്കുന്നത് എളുപ്പമാണല്ലോ. അപ്പോൾ ആഴ്ചയിൽ ചെയ്താൽ മതി. നല്ലതാണ്, നിങ്ങൾക്കത് മനസ്സിലാവും, ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ നിങ്ങൾ നിറച്ച് വെക്കുക. രാവിലെ എണീറ്റിട്ട് മുഖത്ത് ഇങ്ങനെ ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്താൽ നല്ലതാണ്, സ്പ്രേ അടിച്ചാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ.